നമസ്കാരം, സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. പന്തളം നഗരസഭയിൽ ബിജെപി വീണ്ടും അധികാരത്തിൽ. അച്ഛൻകുഞ്ഞ് ജോൺ ചെയർമാൻ. തൃപ്പൂണിത്തുറ നഗരസഭയിൽ കോൺഗ്രസ് ബിജെപി അംഗങ്ങൾ തമ്മിൽ വാക്കേറ്റം. കാസർഗോഡ് മൊഗ്രാൽ അബ്ദുൾ സലാം വധക്കേസിൽ ശിക്ഷാവിധി ഉടൻ. 6 പ്രതികൾ കുറ്റക്കാർ. സലാമിനെ കൊലപ്പെടുത്തിയ ശേഷം തല വെട്ടിയെടുത്ത് പന്ത് പോലെ തട്ടിക്കളിച്ചുവെന്ന് കുറ്റപത്രം. ക്രിസ്മസ് ആഘോഷമില്ലാതെ മുനമ്പം ജനത. ക്രിസ്മസ് ദിനത്തിൽ 610 കുടുംബങ്ങളിൽ നിന്നുള്ളവരും നിരാഹാര സമരത്തിന്. സമരം ഇന്ന് 72ാം ദിവസം. പോലീസിനെ വെല്ലുവിളിച്ച് ഗാലാഡി കൊച്ചി. ഫോർട്ട് കൊച്ചി ഗ്രൗണ്ടിൽ സ്ഥാപിച്ച പാപ്പാഞ്ഞിയെ മാറ്റില്ലെന്ന നിലപാടിലാണ് സംഘാടകർ. മാറ്റിയേ മതിയാകൂ എന്ന് പോലീസ്. രാത്രി 7 മണിക്ക് ഉദ്ഘാടനമെന്ന് ഭാരവാഹികൾ. മരടിലെ ഫ്ളാറ്റ് പൊളിച്ച് സ്ഥലം സന്ദർശിച്ച അമിക്കസ് ക്യൂറി. ഫ്ളാറ്റ് പൊളിച്ചത് സർക്കാരിന് പറ്റിയ പിഴവാണെന്ന് നഗരസഭാ ചെയർമാൻ. ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുന്നു. സന്നിധാനത്ത് മണ്ഡല പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ. തങ്കയങ്കി ഘോഷയാത്ര മറ്റന്നാൾ വൈകുന്നേരം എത്തും. അതിരപ്പള്ളിയിൽ പരാക്രമം കാട്ടി ഒറ്റയാൻ ഏഴാറ്റുമുഖം ഗണപതി. ട്രൈബൽ ഹോസ്റ്റലിലെ കവുങ്ങുകളും തെങ്ങുകളും നശിപ്പിച്ചു. തൃശൂർ പാലപ്പള്ളിയിൽ വീണ്ടും പുലിയുടെ ആക്രമണം. വിശദമായി നോക്കാം. പന്തളം നഗരസഭയിൽ ബിജെപി വീണ്ടും അധികാരത്തിൽ. ബിജെപിയിലെ അച്ഛൻകുഞ്ഞ് ജോൺ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടു. വിശദാംശങ്ങൾ ശശിനാരായണൻ നൽകും. ശശി, നാടകീയമായ നീക്കങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ വീണ്ടും ബിജെപി അധികാരത്തിലേക്ക് എത്തുന്നത്. എന്താണ് വിശദാംശങ്ങൾ? പന്തളം നഗരസഭയിൽ വീണ്ടും ബിജെപി അധികാരത്തിലെത്തിയിരിക്കുന്നു. അച്ഛൻകുഞ്ഞ് ജോണാണ് ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. നേരത്തെ ബിജെപി തന്നെയാണ് പന്തളം നഗരസഭ ഭരിച്ചിരുന്നത്. പക്ഷേ ബിജെപിക്കെതിരെ അവിശ്വാസ പ്രമേയം LDFും UDFും ബിജെപിയിലെ 3 കൗൺസിലർമാരും ചേർന്ന് ഒരു അവിശ്വാസം കൊണ്ടുവന്നിരുന്നു. ആ അവിശ്വാസം ചർച്ച ചെയ്യുന്നതിന് അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യുന്നതിനും മുന്നോടിയായി ബിജെപിയുടെ ചെയർപേഴ്സണായിരുന്ന സുശീല സന്തോഷും വൈസ് ചെയർപേഴ്സൺ U രമ്യയും രാജിവെച്ചു. തുടർന്നാണ് ചെയർമാൻ തെരഞ്ഞെടുപ്പിലേക്ക് വന്നത്. എന്തായാലും ഇടഞ്ഞിരുന്ന ബിജെപി അംഗങ്ങളെ കൂടി ഒപ്പം നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ വീണ്ടും ബിജെപി അധികാരത്തിൽ വന്നിരിക്കുന്നത്. UDFും LDFും സംയുക്തമായി വിമതരുടെ നേരിടുന്ന നീക്കമാണ് ഇപ്പോൾ ബിജെപി അട്ടിമറി വിജയത്തോടുകൂടി അവരോടൊപ്പം UDFിന്റെയും LDFിന്റെയും ഒപ്പം നിന്ന 3 ബിജെപി കൗൺസിലർമാരെയും ഒപ്പം ചേർത്ത് നിർത്താൻ കഴിഞ്ഞു. കാരണം സംസ്ഥാന നേതൃത്വം അതുപോലെ തന്നെ ജില്ലാ നേതൃത്വമൊക്കെ നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഈ 3 കൗൺസിലർമാരെ ഒപ്പം നിർത്തിക്കൊണ്ട് വിജയിക്കാൻ കഴിഞ്ഞത്. എന്തായാലും 18 അംഗങ്ങളാണ് ബിജെപിക്കുള്ളത്. പക്ഷേ ഒരു സ്വതന്ത്രം കൂടി ഇപ്രാവശ്യം ബിജെപിക്ക് അനുകൂലമായി വോട്ട് ചെയ്തിരിക്കുന്നു. അങ്ങനെ 19 പേര് വോട്ട് ചെയ്താണ് ബിജെപിയുടെ ചെയർമാൻ അച്ഛൻകുഞ്ഞ് ജോണിനെ തിരഞ്ഞെടുത്തുള്ളത്. എന്തായാലും അത്തരത്തിലൊരു രാഷ്ട്രീയപരമായി ബിജെപിക്ക് ആ ഭരണം നേട്ടം നിലനിർത്താൻ കഴിഞ്ഞത് വലിയ കാര്യമാണ്. സാധാരണഗതിയിൽ ഒരു അട്ടിമറി വിജയത്തോടെ LDF ഭരണം പിടിച്ചെടുക്കാനുള്ള ശ്രമമാണ് ഈ ബിജെപിയിലെ വിമത കൗൺസിലറെ ഒപ്പം നിർത്തിക്കൊണ്ട് ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ തുടങ്ങിയത്. എന്തായാലും ആ അവിശ്വാസ പ്രമേയത്തിന് മുമ്പ് തന്നെ ബിജെപിയുടെ ചെയർപേഴ്സൺ സുശീല സന്തോഷും അതുപോലെ തന്നെ U രമ്യയും രാജിവെച്ചു. ആ രാജിവെച്ചതിന് പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടന്നത്. ആ ചെയർമാൻ തെരഞ്ഞെടുപ്പിലും ഈ വിമതരായ 3 പേരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് വീണ്ടും അധികാരം പിടിച്ചെടുക്കാൻ കഴിഞ്ഞത് ബിജെപി സംബന്ധിച്ച് വലിയ നേട്ടമാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ബിജെപിയിലെ ചെയർമാനായി അച്ഛൻകുഞ്ഞ് ജോണിനെയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത്. ശരി, 18 ബിജെപി അംഗങ്ങൾക്ക് പുറമെ സ്വതന്ത്രന്റെ വോട്ടും ബിജെപിക്ക് ലഭിച്ചുകൊണ്ട് 19 വോട്ടുകളാണ് നേടിയത്. ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. തൃപ്പൂണിത്തുറ നഗരസഭയിൽ കോൺഗ്രസ് ബിജെപി അംഗങ്ങൾ തമ്മിൽ വാക്കേറ്റം. ബിജെപി കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയ ചർച്ചയിൽ UDF വിട്ടുനിന്നതിന് പിന്നാലെയാണ് വാക്കേറ്റം ഉണ്ടായത്. മരടിൽ ഫ്ളാറ്റുകൾ പൊളിച്ച സ്ഥലത്ത് ഇനി നിർമ്മാണത്തിനുള്ള സാധ്യത പരിശോധിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ച അമിക്കസ് ക്യൂറി എത്തി. മരട് കേസിലെ അമിക്കസ് ക്യൂറി ഗൗരവ് അഗർവാളാണ് സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം പരിശോധനയ്ക്കായി എത്തിയത്.
തീരദേശ പരിപാലന നിയമം ലംഘിച്ചതിന് 4 ഫ്ളാറ്റ് സമുച്ചയങ്ങളാണ് സുപ്രീം കോടതി ഉത്തരവിനെ തുടർന്ന് 2020 ജനുവരി 11, 12 തീയതികളിൽ പൊളിച്ചത്. 2019 തീരദേശ പരിപാലന പ്ലാൻ പ്രകാരം കാറ്റഗറി 2-ൽ പെടുന്ന മരടിൽ നിയന്ത്രണങ്ങളോടെ നിർമ്മാണം അനുവദിക്കാമെന്ന സംസ്ഥാനത്തിന്റെ അഭിഭാഷകൻ സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു. തുടർന്നാണ് മരടിൽ തുടർ നിർമ്മാണങ്ങൾക്കുള്ള സാധ്യത പരിശോധിക്കാൻ അമിക്കസ് ക്യൂറിയോട് നിർദ്ദേശിച്ചത്. അമിക്കസ് ക്യൂറി ഗൌരവ് അഗർവാൾ ഫ്ളാറ്റ് പൊളിച്ച സ്ഥലവും പരിസരങ്ങളും പരിശോധിച്ചു. വീണ്ടും നിർമ്മാണം അനുവദിക്കുമോ എന്നതിൽ അമിക്കസ് ക്യൂറി റിപ്പോർട്ട് നിർണായകമാണ്. ഫ്ളാറ്റ് പൊളിച്ച 4 പുതിയ നിർമ്മാണം നടത്തണമെന്നാണ് മരട് നഗരസഭയുടെ ആവശ്യം. ലോകം മുഴുവൻ ഇതിനെ സംബന്ധിച്ചിടത്തോളം മരടിനുണ്ടായിട്ടുള്ള മോശപ്പേര്, അതിൽ അന്നുണ്ടായിരുന്നുള്ള കുറ്റക്കാരായിട്ടുള്ള നഗരസഭയുടെ അന്നത്തെ പഞ്ചായത്തിന്റെ പ്രസിഡന്റ്, ഇവരെല്ലാം ഇന്ന് വെറുതെ നടക്കുകയാണ്. ചില ആളുകൾ മാത്രം ഇന്ന് കുറ്റക്കാരായി, അവർ മാത്രം ജയിലടക്കപ്പെട്ട സംഭവമാണ്. ഇത് സർക്കാർ ശക്തമായി ഇതിനെക്കുറിച്ച് ആ അന്വേഷണം എവിടെയാണോ നിർത്തിയത് അത് തുടരണമെന്ന് ഞങ്ങൾ പറയുന്നത്. ഹോളി ഫെയ്ത്ത് H2O, ഗോൾഡൻ കായലോരം, ജെയിൻ കോറൽ കോവ്, ആൽഫ സെറിൻ എന്നീ ഫ്ളാറ്റുകളാണ് കോടതി നിർദ്ദേശപ്രകാരം പൊളിച്ചത്. ഫ്ളാറ്റ് പൊളിച്ചത് ശരിയായ തീരുമാനമാണോ എന്ന സംശയവും സുപ്രീം കോടതി പ്രകടിപ്പിച്ചിരുന്നു. ക്യാമറമാൻ NR മനോജിനൊപ്പം ആജ്ഞ രവീന്ദ്രൻ, ന്യൂസ് 18 കൊച്ചി. കാസർഗോഡ് മൊഗ്രാൽ സ്വദേശി അബ്ദുൾ സലാമിനെ കഴുത്തറുത്ത് അതിക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷാവിധി ഉടൻ. കേസിൽ 6 പ്രതികൾ കുറ്റക്കാരാണെന്ന് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തിയിരുന്നു. പെർവാട് മാളിയങ്കരയ്ക്ക് സമീപം കോട്ടയിലെ മൈതാനത്ത് അബ്ദുൾ സലാമിന്റെ തല വെട്ടിയെടുത്ത ശേഷം പ്രതികൾ കാലുകൊണ്ട് പന്ത് പോലെ തട്ടിക്കളിച്ച് മറ്റൊരു പറമ്പിൽ കൊണ്ടിട്ടുവെന്നാണ് കുറ്റപത്രം. വിശദാംശങ്ങൾ KV ബൈജു നൽകും. ബൈജു, കേരളം കണ്ട ഏറ്റവും വലിയൊരു കുറ്റകൃത്യത്തിൽ ശിക്ഷാവിധി ഉടൻ ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. എത്ര സമയത്തിനുള്ളിലായിരിക്കും വിധി പ്രസ്താവിക്കുക? ഹരി, 2:30 വിധി ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതിൽ 6 പ്രതികളും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 2 പേരെ വെറുതെ വിട്ടു. ഏതായാലും കുമ്പള ബദരിയ നഗറിലെ അബൂബക്കർ സിദ്ദിഖാണ് ഇതിൽ 1-ാം പ്രതി. പിന്നീട് പേരാൽ സ്വദേശി ഉമർ ഫാറൂഖ്, നിയാസ്, പെർവാഡിലെ സക്കീർ, ആരിക്കാടി ബംബ്രാണിയിലെ ഹരീഷ്, മൊഗ്രാൽ മാളിയങ്കര കോട്ടയിലെ ലത്തീഫ്, ഇങ്ങനെ 6 പ്രതികളാണ് കേസിലുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനം ഹരി സൂചിപ്പിച്ച കാര്യം തന്നെയാണ്. ഈ കഴുത്തറുത്തതിന് ശേഷം ഈ തല ഈ മൈതാനത്ത് വെച്ച് ഫുട്ബോൾ തട്ടുന്ന പോലെ തട്ടിക്കളിച്ചതിന് ശേഷം തൊട്ടടുത്തൊരു വളപ്പിലേക്ക് തല തെറിപ്പിക്കുകയായിരുന്നു. ആ കാര്യം പ്രോസിക്യൂഷൻ ഇന്നും ആവർത്തിച്ചു. അത്രത്തോളം ക്രൂരമായ ഒരു കൊലപാതകമാണ്. പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് ആവശ്യപ്പെട്ടു. ഏതായാലും 2 ഈ വിധി ഉണ്ടാവും. ഇതിൽ ഏറ്റവും പ്രധാനം ഈ കേസുകളിൽ ഉൾപ്പെട്ടവരെല്ലാം കൊലപാതക കേസുകൾ ഉൾപ്പെടെയുള്ള ക്രിമിനൽ സംഘങ്ങളാണ്. മണൽ മാഫിയ തമ്മിലുള്ള പ്രശ്നമാണ് ഈ കൊലപാതകത്തിലേക്ക് കലാശിച്ചത്. അതുകൂടാതെ ഇതിൽ 1-ാം പ്രതിയായ സിദ്ദിഖിന്റെ വീട്ടിലെത്തി ഈ അബ്ദുൾ സലാം ഭീഷണിപ്പെടുത്തി, കുടുംബത്തെ ഭീഷണിപ്പെടുത്തി. ഇതിന് പ്രതികാരമായാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടന്നതെന്നാണ് ഈ പോലീസ് അന്വേഷണത്തിലും കണ്ടെത്തിയത്. കൊല്ലപ്പെട്ട അബ്ദുൾ സലാമും ഒരു കൊലപാതക കേസിൽ പ്രതിയാണ്. കുമ്പള മുൻ പഞ്ചായത്ത് അംഗത്തിന്റെ മകനെ കൊലപ്പെടുത്തിയ കേസിൽ, അതും മണ്ണെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കം തന്നെയാണ്. ഇത്തരത്തിൽ മണൽ മാഫിയ തമ്മിലുള്ള ഒരു കുടിപ്പക, അതിനൊടുവിലാണ് അങ്ങേയറ്റം ക്രൂരമായ ഒരു കൊലപാതകം നടന്നത്. 6 പ്രതികളെയും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഏതായാലും 2:30 ഇതിന്റെ വിധി ഉണ്ടാവും. ഹരി, ശരി, 6 പ്രതികളും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. 2017 ഏപ്രിൽ 30 സംഭവം നടക്കുന്നത്. കേരളം കണ്ട ഏറ്റവും വലിയ കൊലപാതകങ്ങളിൽ ഒന്നായി ഇത് മാറുകയും ചെയ്തു. 2:30 ശേഷം വിധി പ്രസ്താവിക്കും. KV ബൈജുവാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. ലോകം മുഴുവൻ പ്രത്യാശയുടെ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ മുനമ്പംകാർ സ്വന്തം മണ്ണ് കൈവിട്ടു പോകാതിരിക്കാൻ നിരാഹാരം തുടരുകയാണ്. മുനമ്പത്തെ 610 കുടുംബങ്ങളിലെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തിയുള്ള നിരാഹാര സമരത്തിനാണ് ക്രിസ്മസ് ദിനം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. സമരം ഇന്ന് 72 ദിവസം എത്തി. സമരം ഇത് കഴിയണവരെയും ഞങ്ങളിവിടെ ഇരിക്കും. ഇതുവരെയും ഞങ്ങൾക്ക് ദുഃഖം തന്നെ. ഞങ്ങൾക്കൊരു സന്തോഷ സമാധാനം കിട്ടണമെങ്കിൽ ഭൂമി ഇത് ഞങ്ങൾക്ക് സമാധാനമായിട്ട് തന്നെ കിട്ടണം. ഈ ക്രിസ്മസ് പെരുന്നാൾ തന്നെ സന്തോഷത്തോട് സമാധാനം മക്കളൊക്കെ വരും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ സമരപന്തലിലായിരിക്കും. മുനമ്പത്തുകാർക്കും ക്രിസ്മസ് ആഘോഷത്തിന്റെയും പ്രത്യാശയുടെയും ദിനങ്ങളായിരുന്നു കഴിഞ്ഞ വർഷം വരെ. മുണ്ടുമുറുക്കി അധ്വാനിച്ചു കൊണ്ടുവന്നതെല്ലാം കുഞ്ഞു മക്കൾക്ക് നൽകിയായിരുന്നു ക്രിസ്മസ് ദിനങ്ങൾ. എന്നാൽ ഇക്കൊല്ലം ഇവിടെ ആഘോഷങ്ങളില്ല. ഭൂമി തിരികെ പിടിക്കാനുള്ള ശ്രമം മാത്രം. ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ കൊല്ലത്തെ ക്രിസ്മസ് ഒക്കെ ഉപരോധിച്ചിട്ട് സമരത്തിനായിട്ട് എല്ലാ ആൾക്കാരും ഒത്തൊരുമിച്ചോട് നിൽക്കണേ. ഞങ്ങൾക്ക് നീതി കിട്ടണം, അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോരാടുകയാണ്. അപ്പോൾ ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് ഞങ്ങൾ എല്ലാവരും ബഹിഷ്കരിച്ചിട്ട് എല്ലാവരും ഞങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഞങ്ങൾ നിരാഹാരമായിട്ട് ഇരിക്കാൻ വേണ്ടി ഈ തീരുമാനിച്ചേക്കണേണ്. ഞങ്ങളുടെ ഭൂമി ഞങ്ങൾക്ക് തിരികെ കിട്ടണം. ഞങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിച്ചാണ്. ഞങ്ങൾ ഈ 10-35 കൊല്ലം ഞങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞിട്ട്
അന്ന് തുടങ്ങി ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അത് വെച്ച് ചെയ്തിരുന്നതാണ്. കരമടക്കുകയും പണയപ്പെടുത്തുകയും പൈസ എടുക്കുകയും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നതാണ്. ഇപ്പോൾ ഇതൊരു പെട്ടെന്നല്ല ഇങ്ങനെ വന്നുകൊണ്ട് പറയണത്. വീടുകളിലും പള്ളികളിലും നക്ഷത്രങ്ങളില്ല, പുൽക്കൂടില്ല. ക്രിസ്മസ് ആഘോഷിക്കേണ്ട കുഞ്ഞുങ്ങളും നിരാഹാര പന്തലിൽ. ക്രിസ്മസ് ദിനത്തിൽ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഭക്ഷണമില്ല, എല്ലാവരും നിരാഹാരത്തിലായിരിക്കും. നക്ഷത്രങ്ങളൊന്നും ഇടുന്നില്ല. ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ തരാത്തതിൻ്റെ പ്രതിഷേധമാണ്. എല്ലാ കുടുംബങ്ങളിലും ഇല്ല, എല്ലാവരും തന്നെ ഈ സമരപ്പന്തലുണ്ടാവും. ഈ പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് ഗവൺമെന്റ് തീർത്ത് തന്നെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ക്രിസ്മസ് ദിനത്തോടെ മുനമ്പം ജനത കടക്കുന്നത് സമരത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്കാണ്. കുടുംബി, വെട്ടുവ, SNDPയുടെ സംഘടനകളിൽ നിന്നും അവരുടെ കുടുംബങ്ങളിൽ നിന്നും ഓരോ വ്യക്തി ഇതിൽ പങ്കെടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏകദേശം 500 പേര് ഇന്ന് അന്ന് ഇവിടെ നിരാഹാര സമരത്തിൽ പങ്കെടുക്കും. അതോടൊപ്പം തന്നെ പല സ്ഥലങ്ങളിൽ നിന്നും പലരും വിളിച്ച് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും അവർ നിരാഹാര സമരത്തിൽ നിന്ന് പങ്കെടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സമൂഹം ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ മുനമ്പം ജനതയ്ക്ക് ഇത് സമരത്തിന്റെ ദിനങ്ങളാണ്. തിരുപ്പിറവി ദിനത്തിലും ഈ സമരമുഖത്തെത്തി നിരാഹാരം അനുഷ്ഠിക്കാനാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. ക്യാമറാമാൻ മനോജിനോടൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 കൊച്ചി. പോലീസിനെ വെല്ലുവിളിച്ച് ഗാലാഡി കൊച്ചി. പുതുവത്സരത്തോടനുബന്ധിച്ച് ഫോർട്ട് കൊച്ചി വെളി ഗ്രൗണ്ടിൽ സ്ഥാപിച്ച പാപ്പാഞ്ഞിയെ മാറ്റില്ലെന്ന നിലപാടിലാണ് സംഘാടകർ. സുരക്ഷാ പ്രശ്നം ചൂണ്ടിക്കാട്ടിയാണ് ഗാലാഡി ഫോർട്ട് കൊച്ചി ക്ലബ്ബ് സ്ഥാപിച്ച പാപ്പാഞ്ഞിയെ നീക്കം ചെയ്യാൻ പോലീസ് നോട്ടീസ് നൽകിയത്. രാത്രി 7 മണിക്ക് ഉദ്ഘാടനം നടത്തുമെന്നും ക്ലബ്ബ് ഭാരവാഹികൾ പറയുന്നു. ആജ്ഞ രവീന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഫോർട്ട് കൊച്ചിയിൽ ന്യൂ ഇയറുമായി ബന്ധപ്പെട്ട് പാപ്പാഞ്ഞിയെ കത്തിക്കുന്ന വിഷയത്തിൽ വിവാദമായിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം മുതൽ, ഇന്നലെ വൈകുന്നേരം മുതൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഗാലാഡി കൊച്ചി നിർമ്മിച്ച പാപ്പാഞ്ഞിയെ കത്തിക്കാൻ അനുവദിക്കില്ല എന്നുള്ള പോലീസ് നിലപാട് അങ്ങേയറ്റം ആളുകളെ പ്രതിഷേധത്തിൽ എത്തിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണുള്ളത്. 50 അടി ഉയരത്തിലാണ് ഈ പാപ്പാഞ്ഞി നിർമ്മിച്ചിരിക്കുന്നത്. ഇത് കുറേ ദിവസമായി ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പോലീസ് അതേസമയം ഈ പാപ്പാഞ്ഞിയെ തന്നെ നീക്കണം എന്നുള്ള ഒരു നോട്ടീസാണ് നൽകിയിരിക്കുന്നത്. ഇത് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരുപാട് ദിവസത്തെ അധ്വാനത്തിൻ്റെ ഫലമാണ്. 18-ാം തീയതിയാണ് പോലീസ് വന്നിട്ട് ഞങ്ങൾക്ക് ലെറ്റർ തരുന്നത്. ഞങ്ങൾ അതിന് മുമ്പേ ഈ പരിപാടികളൊക്കെ തുടങ്ങി ഏതാണ്ടൊക്കെ പൂർത്തീകരിച്ച സമയത്താണ് ഇത് വന്നിട്ട് പോലീസ് ഞങ്ങൾക്ക് ഈ ലെറ്റർ തരുന്നത്. ഈ സാഹചര്യത്തിൽ ഞങ്ങളോട് ഇത് പൊളിച്ചു മാറ്റണം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു വൈകാരികമായിട്ടുള്ള ഒരു വിഷയം കൂടിയാണ്. അതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു കാര്യം. കഴിഞ്ഞ പ്രാവശ്യം ഇതുവരെ ഉണ്ടാക്കി എല്ലാം പൂർത്തീകരിച്ചതിന് ശേഷം പോലീസ് ഞങ്ങളോട് പറഞ്ഞത് കത്തിക്കാൻ പാടില്ലെന്ന് പറഞ്ഞത്. ഞങ്ങൾ അന്നാണെങ്കിൽ ഇവിടെ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ടിട്ടാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫയർ സർവീസ്, പോലീസ്, അങ്ങനെയുള്ള എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ട് റെഡിയായിട്ട് നിന്നൊരു സമയത്താണ് പോലീസ് ഞങ്ങളോട് പറഞ്ഞത് കത്തിക്കരുതെന്ന് പറഞ്ഞത്. ഞങ്ങൾ അവരുടെ വാക്ക് മുഖവിലൊക്കെ എടുത്തുകൊണ്ട് ഞങ്ങൾ അന്ന് ഈ പപ്പാഞ്ഞിനെ ഞങ്ങൾ കത്തിച്ചില്ല. ഇന്ന് സ്ഥിതി അതല്ല. ഞങ്ങൾ ഒന്നെങ്കിൽ ഞങ്ങളവരോട് നേരത്തെ പറയണമായിരുന്നു. ഞങ്ങളിതെല്ലാം ഉണ്ടാക്കി റെഡിയാക്കി എല്ലാം കഴിഞ്ഞപ്പോൾ 18-ാം തീയതിയാണ് ഞങ്ങളോട് വന്നിട്ട് പറയണത് ഇത് കത്തിക്കാൻ പാടില്ലെന്ന്. 20-ാം തീയതി ഞങ്ങൾ അതിന് മറുപടിയായിട്ട് പോലീസിന് ഞങ്ങൾ മറുപടി കൊടുത്തിട്ടുണ്ട്. ആ മറുപടിക്ക് ഞങ്ങൾക്ക് ഇതുവരെ ഒരു ലെറ്ററും തിരിച്ച് പോലീസ് തന്നിട്ടില്ല. അപ്പോൾ ഞങ്ങളിത് ഇതുമായിട്ട് മുൻപോട്ട് പോകും എന്ന് തന്നെയാണ് എനിക്കതിൽ പറയാനുള്ളത്. അല്ല, ഈ ഒരു സാഹചര്യത്തിൽ നിന്നും അവരൊന്ന് മാറി ചിന്തിക്കണം എന്നുള്ളതാണ്. കാരണം വെച്ചാൽ കഴിഞ്ഞ ഒരു മാസത്തോളമായി ഇവിടെ ഞങ്ങളുടെ സംഘാടകർ, അതായത് ഞങ്ങളുടെ ക്ലബ് മെമ്പേഴ്സ് ഏതാണ്ടൊരു 10-30 പേര് അവരുടെ ജോലി വരെ ലീവ് എടുത്തും ജോലിയിൽ നിന്നും മാറി ഡെയിലി വേജസിന് പോകുന്ന കുറേ ആൾക്കാരുണ്ട്. ഇവരെല്ലാവരും അവരുടെ ജോലിയെല്ലാം മാറ്റി വെച്ചിട്ടാണ് ഈ ഒരു ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരുങ്ങിയത്. അപ്പോൾ ഈ ഒരു വൈകിയ വേളയിൽ ഇങ്ങനെ ഒരു തീരുമാനം വന്നത് എന്തുകൊണ്ടും ഞങ്ങൾക്ക് അതിയായ വേദന ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇതിൽ നിന്ന് എല്ലാ മുകളിലുള്ള എല്ലാ ആൾക്കാരും ഒന്ന് നന്നായി ആലോചിച്ച് വേണ്ട അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാക്കി തരണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. ജനാധിപത്യ രാജ്യമാണല്ലോ നമ്മളെ സംബന്ധിച്ച്. കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ വിഭാഗങ്ങളും പറയുന്ന ഒരു കാര്യം, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുകളും പറയുന്നു, ഞങ്ങളുടെ കാലാടിയിൽ എല്ലാവരും ഉണ്ട്, പറയുന്ന ഒരു കാര്യം, ജനങ്ങളാണ് പരമോന്നത പീഠം. അപ്പോൾ അത് ഇന്നലെ ഞങ്ങൾ യോഗം കൂടി കഴിഞ്ഞതിന് ശേഷം ജനങ്ങളായിട്ട് പറ്റാവുന്ന അത്രയും ജനങ്ങളായിട്ട് ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. ജനങ്ങളെല്ലാം, പ്രത്യേകിച്ച് ഫോർട്ട് കൊച്ചിയിലെയും പശ്ചിമ കൊച്ചിയിലെയും ജനങ്ങളെല്ലാം നമ്മളോട് സൂചിപ്പിച്ചിട്ടുള്ളത് ഇത് ഉദ്ഘാടനം ചെയ്തേ പറ്റൂ. ഇനി ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരേ സമയത്ത് അവരോട് സംസാരിക്കണം. അതേ സമയത്ത്
അപ്പുറം നിയമപരമായ കാര്യങ്ങളും ചെയ്യണമെന്നാണ് ഒരു തീരുമാനമായിട്ടുള്ളത്. എന്തായാലും ഇന്ന് വൈകുന്നേരം 7 മണിക്ക് ഒരാളോടുള്ള വിരോധമല്ല, ആരോടും ഞങ്ങൾക്ക് ശത്രുതാ മനോഭാവമില്ല, പോലീസിനോടും പ്രത്യേകിച്ച് പോലീസിനോടും നമ്മൾക്കില്ല. പക്ഷെ ഞങ്ങളിത് ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അതാണ് വൈകുന്നേരം 7:30 കാലാടി കൊച്ചി ഈ പാപ്പാഞ്ഞി ഉദ്ഘാടനം ചെയ്യുന്ന ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ്. ഇതിനുള്ള നിയമ ഉപദേശങ്ങളൊക്കെ തേടിയിട്ടുണ്ട്. അതുമായി മുന്നോട്ട്, അതായത് ഇനി പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് തടയാനോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് വന്നാൽ അതിനെ ഏത് തരത്തിൽ നേരിടണം എന്നുള്ള കാര്യത്തിലും കാലാടി കൊച്ചിക്ക് വ്യക്തമായ തീരുമാനമുണ്ട്. ക്രിസ്മസ് ആഘോഷത്തിൽ നാട്. ആഘോഷത്തിന്റെ ഭാഗമായി 100 കണക്കിന് ക്രിസ്മസ് പാപ്പമാരാണ് പുനലൂർ തൂക്കുപാലത്തിൽ ഒത്തുചേർന്നത്. പുനലൂരിലെ മിക്ക സ്കൂളുകളും ക്രിസ്തുമസ് ആഘോഷിച്ചത് തൂക്കുപാലത്തിലാണ്. 100ഓളം ക്രിസ്മസ് പാപ്പാമാർ ഒത്തുകൂടിയത് കൗതുക കാഴ്ചയായി. സെന്റ് ജോൺസ് LP സ്കൂൾ അതിന്റെ 100ാം വാർഷികാഘോഷത്തിന്റെ കൂടി ഭാഗമായി 100 ക്രിസ്തുമസ് അപ്പൂപ്പന്മാരെയാണ് തൂക്കുപാലത്തിൽ അണിനിരത്തിയത്. സെന്റ് ഗോരേറ്റി, ശബരിഗിരി തുടങ്ങിയ മറ്റ് സ്കൂളുകളും ആഘോഷത്തിന്റെ ഭാഗമായി തൂക്കുപാലത്തിൽ അണിനിരന്നു. തൂക്കുപാലത്തിലെത്തിയ ക്രിസ്മസ് പാപ്പാമാരെ കാണാൻ 100 കണക്കിന് ആളുകളെത്തി. ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ കെ പുഷ്പലത നിർവഹിച്ചു. ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാര് സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും പേരിൽ ലോകത്തെല്ലാവരും ആഘോഷിക്കുന്ന ഒന്നാണ് ക്രിസ്മസ്. ലോകത്തെന്നും സമാധാനം ഉണ്ടാവട്ടെ. മെറി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. മെറി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. ന്യൂസ് 18 പുനലൂർ. തൃശൂർ അതിരപ്പള്ളി പോലീസ് സ്റ്റേഷന് സമീപം വീണ്ടും ഒറ്റയാന്റെ പരാക്രമം. എഴാറ്റുമുഖം ഗണപതിയാണ് സമീപത്തെ ട്രൈബൽ ഹോസ്റ്റലിലെ കവുങ്ങുകളും തെങ്ങുകളും നശിപ്പിച്ചത്. അതിരപ്പള്ളി സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ ഏറെ പണിപ്പെട്ടാണ് ആനയെ തുരത്തിയത്. ദിവസങ്ങൾക്ക് മുമ്പ് ഗണപതി സ്റ്റേഷൻ വളപ്പിലും ആന എത്തിയിരുന്നു. തൃശൂർ പാലപ്പള്ളിയിൽ വീണ്ടും പുലിയുടെ ആക്രമണം. വലിയകുളം എസ്റ്റേറ്റിലെ കബീറിന്റെ വീട്ടിലെ പശുവിനെ പുലി പിടിച്ചു. ഇന്നലെ രാത്രി 7:30യോടെയായിരുന്നു ആക്രമണം നടന്നത്. ഓടിക്കൂടിയ നാട്ടുകാർ പടക്കം പൊട്ടിച്ചതോടെയാണ് പുലി കാട് കയറിയത്. കഴിഞ്ഞ ദിവസം ഇതേ വീട്ടിലെ പശുക്കുട്ടിയെ പുലി കൊന്നിരുന്നു. അയ്യനെ കാണാൻ തീർത്ഥാടക പ്രവാഹം. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ശബരിമലയിൽ തീർത്ഥാടക തിരക്ക് തുടരുകയാണ്. രാവിലെ 8 മണിവരെ 31,821 പേർ മലകയറി. ഇന്നലെ 87,218 പേരാണ് ദർശനം നടത്തിയത്. മണ്ഡലപൂജയ്ക്കായുള്ള ഒരുക്കങ്ങൾ സന്നിധാനത്ത് തുടരുകയാണ്. തങ്കിയങ്കി ഘോഷയാത്ര മറ്റന്നാൾ വൈകുന്നേരം സന്നിധാനത്തെത്തും. ശബരിമലയിൽ വലിയ തിരക്ക് ഇന്നും തുടരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നലെയും വലിയ തിരക്കായിരുന്നു, ഇന്ന് രാവിലെയും അതേ തിരക്ക് തുടരുന്നു. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയാലും അത് തന്നെയാണ്. ഇന്നലെ ഏതാണ്ട് 87,000-ഓളം ഭക്തരാണ് ശബരിമല സന്നിധാനത്ത് ദർശനത്തിന് എത്തിയത്. ഇന്ന് രാവിലെയും അതിന് യാതൊരു മാറ്റവുമില്ല. അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോലെയുള്ള തിരക്ക് ഇന്നും തുടരുന്ന കാഴ്ചയാണ്. 87,218 ഭക്തർ ഇന്നലെ രാത്രി 12 മണി വരെ മല കയറിയെങ്കിൽ ഇന്ന് രാവിലെ 8 മണി വരെ അത് 31,821 അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയുള്ള ഏതാണ്ട് 90,000-അടുത്ത് അല്ലെങ്കിൽ 90,000 കഴിയുന്ന രീതിയിലുള്ള ഒരു തിരക്കിലേക്ക് ശബരിമല സന്നിധാനത്തെ തിരക്ക് മാറുന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പോഴും ഉള്ളത് എന്ന് തന്നെ പറയേണ്ടി വരും. ഇന്നലത്തെ ഈ 87,000 തിരക്ക് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസത്തെ 90,000-ഓളം എത്തിയില്ലെങ്കിൽ പോലും ഒരു ഞായറാഴ്ച ദിവസം ഇത്രയും തിരക്ക് ഇതാദ്യമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അത് പ്രത്യേകിച്ച് ഈ ഒരു മണ്ഡല പൂജയുമായി ബന്ധപ്പെട്ട അതിന്റെ സീസൺ അവസാന ഘട്ടത്തിലേക്ക് പോകുന്നതിന്റെ ഭാഗമായാണ് ആ ഒരു തിരക്ക് എന്ന് തന്നെ പറയാം. എന്തായാലും ഇനിയുള്ളത് മണ്ഡല പൂജയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ്. തങ്കയങ്കി മറ്റന്നാൾ സന്നിധാനത്തെത്തും. ഉച്ചയ്ക്ക് ദേവസ്വം മന്ത്രി VN വാസവൻ പമ്പയിൽ തങ്കയങ്കിയെ സ്വീകരിക്കും. തുടർന്ന് സന്നിധാനത്തും വിവിധ ഘട്ടങ്ങളിലായി സ്വീകരണങ്ങളുണ്ട്. അതിനുശേഷം വൈകുന്നേരം ഏതാണ്ട് 6:30യോടുകൂടി ദീപാരാധന. ആ ദീപാരാധനയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് സന്നിധാനമുള്ളത്. തൊട്ടടുത്ത ദിവസം 26-ന് ഉച്ചയ്ക്കാണ് മണ്ഡല പൂജ ഉള്ളത്. 12:30യോടുകൂടി ആരംഭിക്കും. എന്തായാലും 25-ഉം 26-ഉം ഒക്കെ തിരക്ക് നിയന്ത്രണമുണ്ട്.
സ്പോട്ട് ബുക്കിംഗിലടക്കം 5000 പേർക്ക് മാത്രമേ പരമാവധി പ്രവേശനമുള്ളൂ എന്നതടക്കമുള്ള കാര്യങ്ങൾ അവർ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ എന്തൊക്കെ നടത്തണം എന്ന തരത്തിലുള്ള ഉന്നതതല ചർച്ചകൾ കഴിഞ്ഞ 2-3 ദിവസമായി തുടരുകയാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ സന്നിധാനത്തുണ്ട്. ADGP S. ശ്രീജിത്ത് ഉൾപ്പെടെയുള്ളവർ ചേർന്നുകൊണ്ടുള്ള ഒരു ചർച്ചകളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇനിയുള്ള 2-3 ദിവസം കൂടി ഭംഗിയായി തീർത്ഥാടനം പൂർത്തിയാക്കാനുള്ള ശ്രമങ്ങളാണ് ഈ സന്നിധാനത്ത് നടക്കുന്നത്. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. വയനാട്ടിൽ ബോച്ചെ 1000 ഏക്കറിൽ പുതുവത്സരാഘോഷം നടത്താൻ ജില്ലാ കളക്ടർ അനുമതി നൽകുമെന്നാണ് പ്രതീക്ഷയെന്ന് ബോബി ചെമ്മണ്ണൂർ. സൺബേൺ എന്ന് പേരിട്ട് ഈ പരിപാടിയുടെ ലാഭം മുഴുവൻ ദുരിതബാധിതർക്ക് നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. വയനാട്ടിൽ പലരും പുതുവത്സരാഘോഷം സംഘടിപ്പിക്കുന്നുണ്ടെങ്കിലും തനിക്കെതിരെ മാത്രം പരാതി ഉയർന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ലെന്നും ബോബി ചെമ്മണ്ണൂർ വ്യക്തമാക്കി. മലപ്പുറം പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച ക്രിസ്മസ് ആഘോഷത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വയനാട്ടിലെ വിനോദസഞ്ചാര മേഖലയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള കഠിന പ്രയത്നമാണ് നടക്കുന്നത്. ഇതിന്റെ കൂടി ഭാഗമായാണ് സൺബേൺ എന്ന് പേരിട്ട പുതുവത്സരാഘോഷ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാകുമ്പോഴാണ് പരിപാടി നടത്തുന്നതിനെതിരെ ചിലർ ഹൈക്കോടതിയെ സമീപിക്കുകയും തുടർന്ന് ഹൈക്കോടതി കലക്ടറുടെ അനുമതിയോടെ മാത്രമേ പരിപാടി സംഘടിപ്പിക്കാവൂ എന്ന് ഉത്തരവിടുകയും ചെയ്തത്. എല്ലാ കാര്യങ്ങളും കലക്ടറെ അറിയിച്ചിട്ടുണ്ടെന്നും അനുവാദം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു. ജനങ്ങൾ അറിയണം, ഇവിടെ ആഘോഷമുണ്ട്, ഇവിടെ എല്ലാവരും വരുന്നുണ്ട്, ടൂറിസം ഉണ്ട്. അപ്പോൾ അതൊക്കെയുള്ള ഉദ്ദേശത്തിൽ ഇതൊക്കെ പലരും ആയിട്ടൊക്കെ ആലോചിച്ചിട്ടാണ് ഈ പ്രോഗ്രാമൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ്. മിക്കവാറും നാളെ കളക്ടർ അതിന് മറുപടി പറയും എന്നാണ്. ദുരന്തബാധിതരെ കൂടെ കൂട്ടിയാണ് ഈ ആഘോഷം സംഘടിപ്പിക്കുന്നത്. പരിപാടിയുടെ ലാഭം മുഴുവൻ ദുരന്തബാധിതർക്കാണ് നൽകുക. ദുരന്തബാധിത മേഖലയിലുള്ളവർക്ക് പരിപാടിയിലേക്ക് സൗജന്യ പ്രവേശനമാണ് നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ നമ്മളെ കൊണ്ട് പറ്റാവുന്ന പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇപ്രാവശ്യം നോൺ പ്രോഫിറ്റ് മേക്കിംഗ് 1 രൂപ പോലും ലാഭം എടുക്കാതെ കംപ്ലീറ്റ്ലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. മലപ്പുറം പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച ക്രിസ്മസ് ആഘോഷ പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുകയായിരുന്നു ബോബി ചെമ്മണ്ണൂർ. ക്രിസ്മസ് കേക്ക് മുറിക്കുകയും ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്ത ബോബി ചെമ്മണ്ണൂർ പ്രസ് ക്ലബിന്റെ ഭാവി പ്രവർത്തനങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. ന്യൂസ് 18 മലപ്പുറം. പാലക്കാട് മണ്ണാർക്കാട് 5ാം ക്ലാസ്സുകാരന്റെ സമയോചിതമായ ഇടപെടൽ കൊണ്ട് രക്ഷിക്കാനായത് 2 ജീവനുകളാണ്. വൈദ്യുതി പോസ്റ്റിൽ നിന്നും ഷോക്കേറ്റ സഹപാഠിയെ രക്ഷിച്ച സിദാനാണ് ഇപ്പോൾ നാട്ടിലെ റിയൽ ഹീറോ. കഴിഞ്ഞ ദിവസം രാവിലെയാണ് സുഹൃത്തുക്കളോടൊപ്പം ബസ് സ്റ്റോപ്പിൽ നിൽക്കവേ തൊട്ടടുത്ത വൈദ്യുതി പോസ്റ്റിൽ നിന്ന് 5ാം ക്ലാസ്സുകാരൻ മുഹമ്മദ് റാജിഹിന് ഷോക്കേറ്റത്. അവനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച 7ാം ക്ലാസ്സുകാരൻ ഷഹജാസിനും നിസാരമായി പരിക്കേറ്റു. എന്നാൽ മുഹമ്മദ് സിദാൻ എന്ന ഈ 10 വയസ്സുകാരന്റെ സംയോജിത ഇടപെടൽ തന്റെ സുഹൃത്തുക്കളുടെ ജീവൻ രക്ഷിച്ചു. ഇതോടെ നാട്ടിലെ ഹീറോ ആണ് ഈ കൊച്ചുമിടുക്കൻ. മണ്ണാർക്കാട് കോട്ടോപ്പാടം കല്ലടി അബ്ദുഹാജി ഹയർ സെക്കൻഡറി സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മുഹമ്മദ് സിദാൻ. കോട്ടോപ്പാടം കൊടുവള്ളിപ്പുറം കല്ലായത്ത് വീട്ടിൽ ഉമർ ഫറൂഖിന്റെയും ഫാത്തിമത്ത് സുഹറയുടെയും മകനാണ് മുഹമ്മദ് സിദാൻ. സംഭവം അറിഞ്ഞതോടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മുഹമ്മദ് സിദാനെ നേരിൽ വിളിച്ച് അഭിനന്ദിച്ചു. സ്കൂൾ PTA-യും സ്റ്റാഫ് കൗൺസിലും അനുമോദിച്ചു. ന്യൂസ് 18 മണ്ണാർക്കാട്. വ്യത്യസ്തതകൾ കൊണ്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം പിടിച്ച് മലപ്പുറത്ത് ഒരു കുടുംബം. സലീം പടവണ്ണയും 2 പെൺമക്കളുമാണ് ഇന്ത്യയിലെ ഈ വർഷത്തെ ഗിന്നസ് ഫാമിലി എന്ന ബഹുമതി സ്വന്തമാക്കിയത്. ഇന്ത്യയിലെ ഈ വർഷത്തെ ഗിന്നസ് ഫാമിലി എന്ന നേട്ടം കൈവരിക്കാൻ മഞ്ചേരി സ്വദേശിയായ സലീമും കുടുംബവും കൈക്കൊണ്ട മാർഗങ്ങളും തെരഞ്ഞെടുത്ത ചാലഞ്ചുകളും കേട്ടാൽ ആരും ഒന്ന് അമ്പരക്കും. കൈകൊണ്ട് തൊടാതെ വായ കൊണ്ട് തൊലി നീക്കി പഴം കഴിക്കാനാവുമോ? മഞ്ചേരിക്കാരൻ സലീമിന് ഇതൊന്നും ഒന്നുമല്ല. 9 ഇഞ്ച് നീളവും 135 ഗ്രാം തൂക്കവും വരുന്ന വാഴപ്പഴം കൈ തൊടാതെ 17.82 സെക്കൻഡിൽ കഴിച്ചു തീർത്താണ് സലീം ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ മുത്തമിട്ടത്. കൈ തൊടാതെ പഴം കഴിച്ചതിന് 2 റെക്കോർഡ്, ബേബി ബോട്ടിലിൽ വെള്ളം കുടിച്ചതിന് റെക്കോർഡ്, ഹുലാഹൂപ്പ് റൊട്ടേഷനിൽ 1 റെക്കോർഡാണ് എനിക്ക്. ഗിന്നസ് നേട്ടമെന്നത് സലീമിന്റെ കുടുംബത്തിന് പുതുമയല്ല. കാരണം സലീമിന്റെ 2 മക്കളും ഗിന്നസ് റെക്കോർഡ് നേടിയവരാണ്. തലയിൽ കൈകോർത്ത് വെച്ച് ഇടത് കൈമുട്ടും വലത് കാൽമുട്ടും അതുപോലെ വലത് കൈമുട്ടും ഇടത് കാൽമുട്ടും തട്ടത്തക്ക വണ്ണത്തിൽ ചുവട് വെച്ചതിനാണ് മകൾ ജുവൈരിയ ഗിന്നസ് റെക്കോർഡിൽ ഇടം പിടിച്ചത്. ഒരാൾ മാത്രമല്ല, സലീമിന്റെ മറ്റൊരു മകളായ ആയിഷ സുൽത്താനയും ഗിന്നസ് റെക്കോർഡ് നേട്ടക്കാരി തന്നെയാണ്.
ഏറ്റവും വേഗത്തിൽ ആൽഫബറ്റിക് ഓർഡറിൽ പുസ്തകങ്ങൾ ക്രമീകരിച്ചായിരുന്നു സുൽത്താനയുടെ മുന്നേറ്റം. മോൾക്ക് ആൽഫബറ്റിക് ഓർഡറിൽ പെട്ടെന്ന് ബുക്ക് അറേഞ്ച് ചെയ്തതിനാണ് മോൾക്കുള്ള ഗിന്നസ് റെക്കോർഡ്. ഈ മോൾക്ക് പെട്ടെന്ന് നീ ടു എൽബോ സ്റ്റെപ്സ് വെച്ച് ഏറ്റവും വേഗത്തിൽ നീ ടു എൽബോ സ്റ്റെപ്സുകൾ വെച്ചതിനാണ് മോൾക്കുള്ള ഗിന്നസ് റെക്കോർഡ് വന്നിട്ടുള്ളത്. പിതാവും മക്കളുമെല്ലാം ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയതോടെ ഒരു ഗിന്നസ് ഫാമിലിയായി മാറിയിരിക്കുകയാണിപ്പോൾ സലീമിന്റെ കുടുംബം. ഇനി ഭാര്യയെയും മരുമകളെയും കൂടി ഈ നേട്ടത്തിന് അർഹയാക്കണമെന്നാണ് സലീമിന്റെ ആഗ്രഹം. അതിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം ഇതിനോടകം തന്നെ തുടങ്ങിക്കഴിഞ്ഞു. മോസ്റ്റ് സ്റ്റെപ്പ് അപ്പ് എന്ന കാറ്റഗറിയിൽ മത്സരിക്കാനാണ് ഭാര്യ MC റഷീദ പരിശീലിക്കുന്നത്. അതേസമയം പുതിയ ഇനങ്ങളിലും സലീം പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തക്കാളി കട്ടിങ്ങിലാണ് പുതിയ പരീക്ഷണം. ഗിന്നസിന്റെ 68 വർഷത്തെ ചരിത്രത്തിൽ വ്യക്തിഗത ഇനത്തിൽ കേരളത്തിൽ നിന്ന് നേട്ടം കൈവരിക്കുന്ന 65ാമത്തെ വ്യക്തിയും മലപ്പുറം ജില്ലയിൽ നിന്നുള്ള 3ാമത്തെ വ്യക്തിയുമാണ് സലീം. ഇന്ത്യൻ റെക്കോർഡിനുമപ്പുറം ലോകത്തിന്റെ തന്നെ ഗിന്നസ് ഫാമിലി എന്ന റെക്കോർഡിലേക്കുള്ള തയ്യാറെടുപ്പിലാണ് സലീമും കുടുംബവും ഇപ്പോൾ. ന്യൂസ് 18 തിരൂർ. നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. ഏവർക്കും കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ. 22 കാരറ്റ് സ്വർണം ഗ്രാമിന് 7090, പവന് 56,720. 18 കാരറ്റ് സ്വർണം ഗ്രാമിന് 5865, പവന് 46,920. വെള്ളി ഗ്രാമിന് 95, കിലോ 95,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. ഏവർക്കും കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ. സകലമാന കേരളം പൂർണ്ണമാകുന്നു. ഇനി സ്പോട്ട് ലൈവ് കാണാം. രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരും. നമസ്കാരം.